വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. ഇനി ഇതിൽ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് വീഡിയോ അടുത്ത ക്ലാസ്സുകളായിട്ട് ഇടുന്നതായിരിക്കും. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമ്മളൊരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മെയിൻലി ഈ 5 കമ്പോണൻസ് ആണ് പഠിക്കുന്നത്. ഗ്രാന, സ്ട്രോമ, ലമെല്ല സിസ്റ്റം, ന്യൂക്ലിയോയിഡ്സ്, റൈബോസോംസ്. ഓക്കെ, ഇനി ഇവ ഓരോന്നിൻ്റെയും പൊസിഷൻ എന്താണ്, ഇവയുടെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എവിടെയാണ് ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലീഫിൽ മീസോഫിൽ സെൽസിലാണ് മെയിൻലി ലീഫിൽ കാണുന്ന മീസോഫിൽ സെൽസിലാണ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് അല്ലേ. അപ്പോൾ എന്തിനാണ് ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ്, എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ക്ലോറോഫിൽ ബിയറിംഗ് ആയിട്ടുള്ള ക്ലോറോഫിൽ പിഗ്മെന്റ് ബിയറിംഗ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. പ്ലാന്റിൽ മാത്രം കാണും. ഓക്കെ, ഫോട്ടോസിന്തസിസിനാണ് ഇവ സഹായിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നേ ഇവ ഒരു ഹോഴ്സ് ഷൂ ഷേപ്പാണ് മെയിൻലി. അവയുടെ ഷേപ്പ് ഹോഴ്സ് ഷൂ ഷേപ്പാണ്. അപ്പം അതിന് ആദ്യം ഉള്ളിലുള്ള സ്ട്രക്ചർ പറയുന്നതിന് മുന്നേ ഏറ്റവും പുറമേ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീൻ കളറും. ഡാർക്ക് ഗ്രീൻ കളറും ഉണ്ട്, ലൈറ്റ് ഗ്രീൻ കളറും ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ പഠിച്ചിട്ടില്ലേ? മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ പഠിച്ചതുപോലെ തന്നെയുള്ള ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു എൻവലപ്പ് ക്ലോറോപ്ലാസ്റ്റിന് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ദ എൻവലപ്പ് ആണ്. എൻവലപ്പ് എന്ന് പറയുന്നത് ഡബിൾ മെംബ്രെയിൻ ആണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇന്റർ മെംബ്രെയിൻ സ്പേസും ഉണ്ടായിരിക്കും. ഓക്കെ, ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്, ഹോഴ്സ് ഷൂ ഷേപ്പ് ആണ്, ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്നു. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാന. അപ്പോൾ എന്താണ് ഗ്രാന? ഇവിടെ കണ്ടിട്ടില്ലേ കുറേ കോയിൻസ് അടുക്കി വെച്ച് അല്ലെങ്കിൽ പാൻ കേക്ക് അടുക്കി വെച്ച പോലെ സ്റ്റോക്ക് ഓഫ് പാൻ കേക്ക് കാണുന്നുണ്ട്. ആ ഒരു റീജിയൻ മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ഇവിടെ 1 2 3 4 അങ്ങനെ 3 ഗ്രാന സിസ്റ്റം കാണുന്നുണ്ട്. ആ ഗ്രാന സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു കുറേ പാൻ കേക്ക് അടുക്കി വെച്ച പോലെയാണ്. ആ ഓരോ പാൻ കേക്കിനെയും നമ്മൾ തൈലക്കോയിഡ് എന്നാണ് പറയുന്നത്. സോ ഗ്രാനയുടെ നമുക്ക് സിമ്പിളായിട്ട് പറയാം സ്റ്റോക്ക് ഓഫ് തൈലക്കോയിഡ്സ്. തൈലക്കോയിഡ്സിനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തതിനാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാന റീജിയനിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഗ്രാനയുടെ പുറത്ത് കാണുന്ന ആ ഒരു പോർഷൻ, അവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് വൺ ഈസ് സ്ട്രോമ. STR ഉണ്ട്, ഇവിടെ R ഉണ്ട്, STROMA ആണ്. സോ ദ സ്ട്രോമ റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറിൽ കാണുന്ന ഇവിടെ മുഴുവനായിട്ടും കാണുന്ന ഒരു മെട്രിക്സ് റീജിയൻ, ഈ ഒരു സ്ട്രോമ റീജിയനിലാണ് ബാക്കിയുള്ള ഈ ഗ്രാനിയും റൈബോസോംസും ഒക്കെ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രോമ എന്ന് പറയുന്നത് കുറേ ഗ്രാന്യൂൾസ് കാണുന്നത്, ഗ്രാനുലാർ റീജിയൻ ആണ്. ഇതേപോലെ ഗ്രാന്യൂൾസ് കാണപ്പെടുന്ന റീജിയൻസ് ആണ് ഈ ഒരു സ്ട്രോമ റീജിയൻ എന്ന് പറയുന്നത്. അവിടെയാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാനയിൽ ലൈറ്റ് റിയാക്ഷനും സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷനുമാണ് നടക്കുന്നത്. ദെൻ ദ തേർഡ് വൺ ഈസ് സ്ട്രോമ ലമെല്ല. ഇതാണ് ലമെല്ല സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നില്ലേ, ഈ ഒരു ബ്രിഡ്ജ് 2 ഗ്രാനയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. അങ്ങനെ ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിനെയാണ് നമ്മൾ സ്ട്രോമ ലമെല്ല എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രോമ ലമെല്ല. ദെൻ ഇറ്റ്സ് ന്യൂക്ലിയോയിഡ്. നമ്മൾ മൈറ്റോകോൺട്രിയയുടെ ഒരു സ്ട്രക്ചർ പഠിക്കുമ്പം മൈറ്റോകോൺട്രിയക്ക് അതിൻ്റെ ഓൺ DNA ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ് സെൽസിലും അനിമൽ സെൽസിലും മൈറ്റോകോൺട്രിയ കാണുന്നുണ്ട് എനർജി പ്രൊഡക്ഷന്. അപ്പം ഓൺ DNA ഉള്ള, അതിൻ്റെ സ്വന്തമായിട്ട് DNA ഉള്ള സെൽ ഓർഗനൽസിൽ വരുന്ന 2 എണ്ണമാണ്. ഒന്ന് മൈറ്റോകോൺട്രിയയും ഒന്ന് ക്ലോറോപ്ലാസ്റ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഒരു സെൽ ഓർഗനലാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു DNA ക്ലോറോപ്ലാസ്റ്റ് DNA കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ DNA ഇങ്ങനെ കോയിൽ ചെയ്ത് പ്രസൻ്റ് ആയിട്ട് കാണുന്ന ഒരു റീജിയൻ ആണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയാണ് DNA പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റൈബോസോം. ഈ ഒരു പോർഷനാണ് റൈബോസോം എന്ന് പറയുന്നത്. അപ്പോൾ റൈബോസോം എന്തിനാണ്? സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ റൈബോസോം. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയോയിഡ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ
ഇത്രയാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഡബിൾ മെംബ്രെയിൻ ലെയർ ഉണ്ടായിരിക്കും, ദെൻ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന ഗ്രാന, കുറെ തൈലക്കോയിഡ്സ് പോലെ, പിന്നെ സ്ട്രോമ ഉണ്ടായിരിക്കും, ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നു. ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ സ്ട്രോമ ലാമെല്ല. പിന്നെയുള്ളത് ന്യൂക്ലിയോയിഡ് ആണ്. ക്ലോറോപ്ലാസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള DNA പ്രസന്റ് ആയിരിക്കും, അത് കാണുന്ന ആ ഒരു റീജിയൻ. ദെൻ ലാസ്റ്റ് വൺ ഈസ് റൈബോസോം. പിന്നെ അതുകൂടാതെ കുറേ സ്റ്റാർച്ച് ഷെൽസും സ്റ്റാർച്ച് ഗ്രാന്യൂൾസും ഒക്കെ ഈ ഒരു സ്ട്രോമ റീജിയനിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് സിമ്പിൾ ആയിട്ട് ആ ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്.